ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ബർമിംഗ്ഹാമിൽ പോകുക. അപ്പോൾ അവിടെ പോണ കാഴ്ചകൾ കുറച്ച് കണ്ടാലോ. ഒരു സൺഡേ ഫൺ ഡേ ആയിട്ട് കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പോണേ. അതും കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ഇടാൻ പോണേ. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കണ്ട് ക്ഷമിച്ചേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബർമിംഗ്ഹാം മെയിൻ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് ന്യൂ സ്ട്രീറ്റിൽ ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ബർമിംഗ്ഹാമിലുള്ള ഞങ്ങൾ കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതിലും കൂടുതലുണ്ട് ബർമിംഗ്ഹാമിൽ. എന്നാലും ഞങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അവിടുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബാക്കി കാഴ്ചകൾ നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും ഇതിൽ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ ആദ്യം ഓർത്ത് പോപ്പിൻസിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായപ്പീടിയെ പോകുന്നുണ്ട്. പോണ വഴിക്ക് അലീറ്റയുടെ കുറച്ച് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കുക. അലീഷ മാപ്പ് നോക്കി നടക്കുക. അവളുടെ പുറകിലാണ് ഞങ്ങൾ നടന്നു പോണത്. എവിടെ എത്തും എന്ന് നമുക്ക് നോക്കാം. മാപ്പ് ചിലപ്പോ തിരികെ വരുമ്പോ ആണുങ്ങളിരിക്കുന്ന പോലെ തോന്നിയ പെണ്ണവിടെ ഇങ്ങനെയാണോ? അലീഷന്റെ കറക്റ്റുള്ള വഴി കൂടെയാണ് പോകുന്നത്. 7 മിനിറ്റ് കൂടി നടക്കണം. ഈ വഴി കൂടെ നമ്മൾ പോയിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മളിതിന്റെ മണ്ണിൽ കൂടെ ഇറങ്ങിയത്. നമുക്ക് ഇറങ്ങിയപ്പോഴത്തോടെ വന്നു. അയ്യോ, ഞാനും അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ തെറ്റി പിന്നെയും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹോളിഡേ ഇന്നൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെയും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ നടന്നു പോകാം. പിന്നെ മാപ്പ് അലീറ്റ നോക്കാൻ തുടങ്ങി. അലീഷയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് അലീറ്റ നോക്കാൻ തുടങ്ങി. അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് സാൻഡ്വിച്ച്. We are in first time in here, so we can try. അധികം ഒന്നും മേടിച്ചില്ല. കാര്യം ഞങ്ങൾ ചായപ്പിടിയിൽ കൂടി പോകാമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അലീറ്റയുടെ കുറച്ച് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സ്പോട്ടാണ് പറഞ്ഞേക്കണേ അവളോട്. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അലീറ്റ ഇവരെ കുറേ നാൾക്ക് ശേഷം കാണണമുണ്ട്. പെട്ടെന്നുള്ള ആകാംക്ഷയിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഉബറൊക്കെ പിടിച്ചെത്തി. 4 പേർക്ക് ഉബറിൽ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേര് വേറെ ഉബറിന്, ഞങ്ങൾ വേറെ ഉബറിന് എത്തി. അങ്ങനെ ചായപ്പീടിയിലെത്തി. അവർ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുക. അവർ വരുമ്പോൾ അവരെയും കാണിച്ചു തരാൻ വീഡിയോയിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. നമുക്ക് അറിയാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും. അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് മൊത്തം മലയാളികൾ. എല്ലാ മലയാളികളായിരുന്നു. അപ്പോൾ നേരെ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടല്ലേ കയറിയത്. അപ്പോൾ നേരെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് വന്നിരുന്നു. ഇത് അലീറ്റയുടെ ഫ്രണ്ട്, വേറൊരുത്തി കൂടിയുണ്ട് അതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്
പാൽ പൊറോട്ട. അലീഷ പാൽ പൊറോട്ട ഓർഡർ ചെയ്തത്. അത് അവൾ കഴിച്ചു നോക്കണം. അതായത് ചട്ടിപ്പത്തിരി കഴിച്ചു, അത് കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ കിഴിപ്പൊറോട്ട കഴിച്ചു, അതും കൊള്ളായിരുന്നു. അലീറ്റ മേടിച്ചത് മട്ടൻ ദം ബിരിയാണിയാണ്, അതും നല്ലതായിരുന്നു. പൊതിച്ചോറ് മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, വലിയ കറികളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഉബർ പിടിച്ചു. അലീറ്റക്ക് ട്രെയിൻ മിസ് ചെയ്യും, അപ്പോൾ ഞങ്ങൾ ഉബർ പിടിച്ച് നേരെ ഇറങ്ങി. അപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. അവിടെ നിന്ന് കുറച്ച് കഥയൊക്കെ പറയണത് രണ്ട് ട്രെയിനിലാണ് കയറണം. പുള്ളിക്കാരത്തി ഊസ്റ്ററിലോട്ട്, ഞങ്ങൾ റെഡിച്ചിലോട്ടാണ് പോണത്. അവൾക്ക് വേറെ പ്ലാറ്റ്ഫോമും ഞങ്ങളുടെ വേറെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനെ ആക്കിയിട്ടേ പോകുള്ളല്ലോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുക. അവളുടെ 10 മണിക്കും ഞങ്ങളുടെ 10:15 ആയതുകൊണ്ട് പിന്നെ അവളെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇതിലോട്ട് പോകാമെന്ന് പറഞ്ഞു. യാത്രയാക്കാൻ വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ യാത്രയാക്കണമല്ലോ. അവളുടെ ട്രെയിൻ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അവളെ നോക്കി കുറച്ച് നേരം കൊമ്പനായിട്ട് കാണിച്ചു. ഞങ്ങൾ നേരെ പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളവിടെ പോയിരുന്നു. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ട്രെയിൻ കുറച്ചും കൂടി താമസിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ട്രെയിനും വന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കും. ആ കറക്റ്റ് സമയം ആവാണ്ട് എന്തായാലും അവിടുന്ന് പോകത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ട്രെയിൻ എടുത്തു. ഇതിപ്പോൾ ഒരു 5-6 സ്റ്റോപ്പ് കഴിഞ്ഞാലേ റെഡിച്ചെത്തുള്ളൂ. ലാസ്റ്റ് സ്റ്റോപ്പാണ് റെഡിച്ച്. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും